റീസെൻ്റ്ലി എൻ്റെ ഫ്രണ്ടിൻ്റെ ബ്രദറിൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഹാക്കായി. പക്ഷേ നമ്മളത് റിക്കവർ ചെയ്തെടുത്തു. എങ്ങനെയാണെന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഇവൻ്റെ ഫ്രണ്ടിൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഓൾറെഡി ഹാക്ഡ് ആയിരുന്നു. അതിൽ നിന്ന് ഇവനൊരു മെസ്സേജ് വന്നു. ആ ഒരു മെസ്സേജിൽ ഒരു ലിങ്ക് ഉണ്ടായിരുന്നു. ആ ലിങ്കിൽ കയറിയിട്ട് ഇവനോട് ലോഗിൻ ചെയ്യാനായിട്ട് ആവശ്യപ്പെട്ടു. ഇവൻ്റെ ഫ്രണ്ട് അയച്ച മെസ്സേജ് ആയതുകൊണ്ട് ഇവൻ അതിൽ കയറിയിട്ട് ലോഗിൻ ചെയ്തു. അതൊരു ഫേക്ക് ഇൻസ്റ്റാഗ്രാം പേജ് ആയിരുന്നു. അതിൽ ഇവൻ എന്ത് ചെയ്തു, ഇമെയിൽ ഐ ഡിയും പാസ്വേഡും കൊടുത്തിട്ട് ലോഗിൻ ചെയ്തു. ഇങ്ങനെയാണ് ഇവൻ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഹാക്കായത്. ഹാക്കായതിനു ശേഷം ഇവൻ റീസെറ്റ് പാസ്വേഡ് കൊടുത്തു. മെയിൽ വഴി ഒരു ലിങ്ക് വന്നു. ആ ലിങ്ക് വഴി കയറി പാസ്വേഡ് റീസെറ്റ് ചെയ്ത് അക്കൗണ്ടിലേക്ക് കയറി. പക്ഷേ കുറച്ച് നേരം യൂസ് ചെയ്യുമ്പോൾ തന്നെ വീണ്ടും ലോഗൗട്ട് ആയിട്ട് പോയി. ഇങ്ങനെ ഇവൻ കുറേ പ്രാവശ്യം ട്രൈ ചെയ്തു. പക്ഷേ വീണ്ടും ലോഗൗട്ട് ആയിട്ട് പോവുകയായിരുന്നു. പിന്നീട് ഇവൻ അക്കൗണ്ടിലേക്ക് കയറാനേ പറ്റിയിട്ടില്ല. ആക്ച്വലി എന്താ സംഭവിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഹാക്ക് ചെയ്ത ആൾക്കാർ ഇവൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ട് ഇവൻ്റെ ഫോൺ നമ്പർ ചേഞ്ച് ചെയ്തിട്ട് ഒരു നൈജീരിയൻ നമ്പർ ആഡ് ചെയ്തു, മെയിൽ ഐ ഡി ആഡ് ചെയ്തു, ബാക്കപ്പ് കോഡ്സ് എടുത്ത് വെച്ചു, അതുപോലെ ഒരു ഗൂഗിൾ ഒത്തൻറ്റിക്കേഷൻ ആപ്പും സെറ്റ് ചെയ്ത് വെച്ചു. ഇത് കാരണമാണ് ഇവൻ കയറുന്ന സമയത്ത് ഇവനും ബൈപ്പാസ് ചെയ്തിട്ട് അവർ വീണ്ടും ആ അക്കൗണ്ട് എടുത്തുകൊണ്ട് പോകുന്നത്. ഇനി നമ്മൾ റിക്കവർ ചെയ്തെടുത്ത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ക്രോം ഓപ്പൺ ചെയ്തിട്ട് ഹാക്ഡ് ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് സെർച്ച് ചെയ്തിട്ട് ഈ കാണുന്ന വെബ്സൈറ്റ് ഓപ്പൺ ചെയ്തിട്ട് വിസിറ്റ് ദിസ് പേജ് എന്നുള്ള ഓപ്ഷൻ എടുക്കുക. എന്നിട്ട് മൈ അക്കൗണ്ട് വാസ് ഹാക്ഡ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് നെക്സ്റ്റിൽ ടാപ്പ് ചെയ്യുക. എന്നിട്ട് നമ്മുടെ യൂസർ നെയിം ഇവിടെ ടൈപ്പ് ചെയ്തിട്ട് നെക്സ്റ്റിൽ ടാപ്പ് ചെയ്യുക. ഇവിടുന്ന് യെസ് ടേക്ക് എ സെൽഫി വീഡിയോ ടു കൺഫേം മൈ അക്കൗണ്ട് എന്നുള്ള ഓപ്ഷൻ എടുത്തിട്ട് നെക്സ്റ്റിൽ ടാപ്പ് ചെയ്യുക. ഇവിടെ നമ്മുടെ പഴയ പാസ്വേഡും നമുക്ക് വേണ്ട ഒരു ഇമെയിൽ ഐ ഡിയും കൊടുത്തിട്ട് സെൽഫി വീഡിയോ സബ്മിറ്റ് ചെയ്യുക. 2 പ്രാവശ്യം ഇത് ഫെയിൽ ആയി. പക്ഷേ പിന്നീട് ഇത് സക്സസ് ആയി. നമ്മൾ കൊടുത്തിട്ടുള്ള ഒരു മെയിൽ ഐ ഡിയിലേക്ക് മെയിൽ ലഭിച്ചു പാസ്വേഡ് റീസെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അക്കൗണ്ടിന് ആക്സസ് കിട്ടിയതിനു ശേഷം നൈജീരിയൻ ഫോൺ നമ്പർ ചേഞ്ച് ചെയ്തിട്ട് നമ്മുടെ ഒറിജിനൽ ഫോൺ നമ്പർ ആക്കി. മെയിൽ ഐ ഡി അവരുടേത് ഡിലീറ്റ് ചെയ്തു. ബാക്കപ്പ് കോഡ്സ് നമ്മൾ റീഫ്രഷ് ചെയ്തു. അതുപോലെ ഗൂഗിൾ ഒത്തൻറ്റിക്കേഷൻ ആപ്പ് നമ്മുടെ ഡിവൈസിൽ തന്നെ സെറ്റ് ചെയ്ത് വെച്ചു. ഇങ്ങനെയാണ് ഈ ഒരു അക്കൗണ്ട് നമ്മൾ റിക്കവർ ചെയ്തെടുത്തത്.